പൈസ സമാഹരിച്ചെടുക്കുക എന്നതൊക്കെ ഇവരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. കാരണം ഇത് ആരംഭിച്ച് മണിക്കൂറുകൾക്കകം തന്നെ ഇത്രയും 34 കോടി രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനി ആരും പൈസ അയക്കേണ്ടതില്ല എന്നൊരു അഭ്യർത്ഥനയാണ് സമിതി മുന്നോട്ട് വയ്ക്കുന്നത്. നമുക്ക് ഒരിക്കൽ കൂടി അവരുടെ പ്രതികരണത്തിലേക്ക് പോകാൻ. മൊത്തം എത്ര രൂപ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു? 34 കോടിയും കഴിഞ്ഞു പോയോ? 34 കോടി ടാർഗറ്റ് ചെയ്തതിൽ 45 ലക്ഷം രൂപ കൂടുതലാണ് ഇപ്പോൾ. ഇനിയും ഓരോ സെക്കൻഡിലും വലിയ രീതിയിലാണ് കഴിഞ്ഞ നിമിഷങ്ങളിലൊക്കെ വന്നത്. അതിൻ്റെ ഫൈനൽ കണക്കെടുക്കണം. ഇത് കുറച്ച് മിനിറ്റുകൾക്ക് മുമ്പേ ഉള്ളതാണ്. അതനുസരിച്ച് 45,46,568 രൂപ നമ്മുടെ ബാങ്കിൽ കൂടുതലായിട്ടുണ്ട്. 34 കോടി പറഞ്ഞതിലും 45 ലക്ഷം കൂടുതലായി. 44,45. ഇനിയിപ്പോ പൈസ കൂടുതലായി, പൈസ ആരും അയക്കേണ്ടതില്ല എന്നൊരു അഭ്യർത്ഥന കമ്മിറ്റി പറഞ്ഞു. ഇതിന് നേതൃത്വം നൽകിയ 1.5 പതിറ്റാണ്ട് നേതൃത്വം നൽകിയ സൗദിയിലെ, പ്രത്യേകിച്ച് സൗദിയുടെ KMCCയുടെ പ്രസിഡന്റ് കുഞ്ഞുമോൻ കാക്കി എവിടെ ഉണ്ട്, അദ്ദേഹത്തിന് ഈ പൈസ ഇത്രയും സമാഹരിക്കാൻ കഴിഞ്ഞു എന്നത് വലിയ വിജയമാണ്. ഇനി അടുത്ത നടപടികൾ എന്തൊക്കെയാ? ഇനി നമ്മളിപ്പോൾ ഫസ്റ്റായിട്ട് അവിടെയൊക്കെ മൊത്തത്തിൽ പൈസ പിരിക്കൽ നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും പിരിക്കേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എംബസിയുമായിട്ടുള്ള നിയമ നടപടികൾ പൂർത്തിയാക്കും. എംബസിയെ നമ്മൾ എത്രയും എമൗണ്ട് നമ്മുടെ കയ്യിലുണ്ട് എന്ന് അറിയിക്കും. എംബസി ഇൻഷാല്ലാ ഈ ഇതിൻ്റെ ലീഗൽ ഇഷ്യൂ കൈകാര്യം ചെയ്യുന്ന ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന് നിയമ നടപടികൾ പൂർത്തിയാക്കും ഇൻഷാല്ലാ. അഷ്റഫ് സാഹിബാണ് അതിന് എല്ലാ കാര്യങ്ങളും നീക്കിക്കൊണ്ടിരിക്കുന്നത്. നിയമ നടപടികൾ എങ്ങനെയാണ്? ഫോറിൻ അഫയേഴ്സ് മിനിസ്ട്രിയുമായി ബന്ധപ്പെട്ട് എംബസിക്ക് ഫണ്ട് കൈമാറണം. മാത്രവുമല്ല അതിൻ്റെ ലീഗൽ പ്രോസസ്സിങ് ഇവിടെ നിന്ന് അവിടെ സൗദി ഗവൺമെൻറ്റുമായും അവിടെ കുടുംബങ്ങളുമായിരിക്കുള്ള നിയമപരമായ ഗവൺമെൻറ്റുകളുടെ പ്രോസസ്സിങ് കഴിഞ്ഞ് ആ നിലക്കാണ് ഈ ഫണ്ട് ആ കുടുംബത്തിന് എത്തുക. നമ്മൾ നേരിട്ട് ആരും കൈകാര്യം ചെയ്യുന്നതല്ല. ഇന്ത്യൻ എംബസി ത്രൂ ആണ്, നമ്മുടെ പൂർണ്ണമായ നിയമ സംഹിതയോട് കൂടിയാണ് ഈ ഫണ്ടിനെ അവിടെ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ആരംഭിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ തന്നെ ആ കാര്യങ്ങളൊക്കെ നടപടികളൊക്കെ ഈ 3 ദിവസത്തിനകം തന്നെ പൂർത്തിയാക്കേണ്ടതാണ്. 3 ദിവസം അല്ലതല്ല, 16-ാം തീയതി വരെ അവർ തന്ന ഒരു ഡെഡ് ലൈനാണ്. അവരുടെ കുടുംബം എംബസി ത്രൂ നമുക്ക് ഉണ്ടാക്കിയ കരാറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഏപ്രിൽ 16-നകം കുട്ടിയുടെ ഫാമിലി അവിടുത്തെ ഗവൺമെൻറ്റും അവിടുത്തെ അമാറ വഴിയും ഇന്ത്യൻ എംബസിയും ഒക്കെ ആയി ഉണ്ടാക്കിയ ഒരു ഡീലിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിച്ചു. ഇനി ആ ഫണ്ട് അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ്റെ പ്രോസസ്സിംഗ് ആണ് റഹീമിൻ്റെ മോചനവുമായി നമുക്ക് ബാക്കിയുള്ളത്. തീർച്ചയായിട്ടും അതിൻ്റെ പ്രോസസ്സിങ് ഇന്ത്യൻ എംബസിയിലെ ഒരുപാട് ഉദ്യോഗസ്ഥർക്കും ഇതിന് പ്രത്യേകം നന്ദി നമ്മൾ പറയേണ്ടതുണ്ട്. ഒരുപാട് എഫേർട്ടുകൾ അവരും ഒരുപാട് ഡയലോഗ്സ് ഇതിൻ്റെ പേരിൽ നടത്തിയിട്ടുണ്ട്, ഡീല് ചെയ്തിട്ടുണ്ട്. അതൊരു വലിയ സംഘം. ഇത്രയും ചുരുങ്ങിയ സമയം കൊണ്ട് പൈസ സമാഹരിക്കാൻ കഴിഞ്ഞു പ്രതീക്ഷിച്ചിരുന്നു എപ്പോഴെങ്കിലും? ഇല്ല, തുടക്കത്തിൽ ഞങ്ങൾക്ക് ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ വലിയൊരു സമൂഹം, പ്രവാസി സമൂഹവും നാട്ടിലുള്ളവരും ഈ ഒരു വിഷയത്തിൽ അതിൻ്റെ കമ്മിറ്റി മുന്നോട്ട് വന്നപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങളെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ അത് പൊതുസമൂഹം ഏറ്റെടുക്കുകയും വിവിധ സംഘടനകളും മതസംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും കൂട്ടായ്മകളും എല്ലാ തരത്തിലുള്ള മലയാളി കമ്മ്യൂണിറ്റിയുടെ ഒരു സ്ട്രോങ് എഫേർട്ട് ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ കമ്മിറ്റിയുടെ കൃത്യമായ ഒരു ലീഡർഷിപ്പിലൂടെ അത് നമുക്കെടുത്ത് പറയേണ്ടി വരും. അതിൻ്റെ ആപ്പ് ക്രിയേറ്റ് ചെയ്യാനും കമ്മിറ്റി രൂപീകരിക്കുകയും അതിൻ്റെ ട്രസ്റ്റ് രൂപീകരണം, അങ്ങനെ അതിൻ്റെ എല്ലാ ലീഗൽ വശങ്ങൾ കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് വന്നപ്പോൾ ആളുകൾക്ക് അത് വിശ്വാസം വരികയും കൃത്യമായ ആളുകൾ നമ്മളെ ബാങ്കിൽ ഓരോ ട്രാൻസാക്ഷനും വളരെ ട്രാൻസ്പെറൻ്റായി വന്നു നിൽക്കുകയാണ്. അത് അങ്ങനെ തന്നെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചതിലുള്ള ഒരു സന്തോഷമാണ്. ഇതിൻ്റെ ടീം വർക്കിൽ ഇതിനെ നമ്മൾ മുന്നിൽ കാണില്ല, നൂറുകണക്കിന് ആളുകൾ ഇതിൻ്റെ പിന്നിൽ എഫേർട്ട് അണിയറക്ക് പിന്നിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി നമുക്ക് റിയാദിൽ ഇതിന് വളരെ നന്നായിട്ട് വർക്ക് ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇന്ത്യൻ എംബസിയുമായിട്ട് എംബസി അവിടുത്തെ ഗവൺമെൻറ്റുമായും അവരുടെ കുടുംബങ്ങളുമായിട്ടുമൊക്കെ സംസാരിക്കാൻ നീണ്ട 17-18 വർഷമായിട്ട് ഒരുപാട് ആളുകൾ ബഹുമാനപ്പെട്ട അഷ്റഫ് സാഹിബിൻ്റെ നേതൃത്വത്തിലും വരെയുള്ള പ്രവാസി സമൂഹത്തിൻ്റെ എല്ലാവരുടെയും നേതൃത്വത്തിലും നമുക്ക് അവിടെ നടത്തിയതിൻ്റെ ഒരു എൻഡ് റിസൾട്ടാണ് നമുക്ക് ഇന്നിവിടെ ഇതിൽ കണ്ടത്. ഫറോക്കിൽ നിന്ന് ലോകത്തിൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ തുറക്കുന്നൊരു മാതൃകയാണല്ലേ? തീർച്ചയായും. അത് നമ്മൾ മാത്രമല്ല, നമ്മളൊരു മലയാളി കൂട്ടായ്മ. അത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ലോക മലയാളി സമൂഹത്തിന് ഒരു മികച്ച മാതൃക. അത് എങ്ങനെ അതിനെ വിശേഷിപ്പിക്കണം എന്നറിയില്ല. ഇത് മലയാളി സമൂഹം നെഞ്ചേറ്റിയ ഈ ഒരു മഹാദൗത്യം ഇത്രയും പെട്ടെന്ന് പൂർത്തീകരിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. എന്നാലും സാധിക്കും, കുറച്ച് വൈകിയാലും അത് സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസം ഉണ്ടായത് നമ്മുടെ റിയാദിലുള്ള നമ്മുടെ സംഘടനാ പ്രവർത്തകരുടെ, അവിടെയുള്ള മലയാളി കൂട്ടായ്മകളുടെ കരുത്തായിരുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യൻ എംബസി നമുക്ക് എല്ലാ രീതിയിലും നമ്മളോട് ഒറ്റക്കെട്ടായി നിന്നു. എല്ലാ തലങ്ങളിലും ഇന്ത്യൻ എംബസിയുടെ വെൽഫെയർ ഉദ്യോഗസ്ഥനായ യൂസുഫ് കാക്കഞ്ചേരി, അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ നിർണായകമായ ഇടപെടലുകളാണ് അദ്ദേഹം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ഇന്ത്യൻ പൗരന് സ്വാഭാവികമായും എന്തെങ്കിലും സംഭവിച്ചാൽ അതിൻ്റെ ആ കാര്യങ്ങളൊക്കെ പിന്നീട് ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ എംബസിയാണെന്നിരിക്കെ ഇന്ത്യൻ എംബസിയിൽ നമുക്ക് ഈ ദൗത്യം വളരെ കൃത്യമായി പ്രോപ്പറായി കൊണ്ടുപോകുന്നതിൽ
മിസ്റ്റർ യൂസുഫിൻ്റെ പങ്ക് വളരെ നിർണായകമായിരുന്നു. അതോടൊപ്പം അവിടെ നേരത്തെ പറഞ്ഞ പോലെ അബ്ദുറഹിം ലീഗൽ അസിസ്റ്റൻസ് കമ്മിറ്റി വളരെ ആത്മാർത്ഥമായ ഇടപെടലുകളാണ്. ഓരോ കാര്യത്തിലും വളരെ ക്രിയാത്മകമായി തന്നെ വളരെ ശാസ്ത്രീയമായി തന്നെ അവർ കാര്യങ്ങൾ നീക്കി. അതോടൊപ്പം തന്നെ അവിടെയുള്ള നമുക്ക് പരിഭാഷകർ റഹീമിൻ്റെ ഈ കേസിലൊക്കെ നമുക്ക് അവിടെ ചെല്ലുമ്പോൾ അറബിയിലുള്ള ട്രാൻസ്ലേഷൻ ഒരുപക്ഷെ കോടതിക്ക് മുമ്പാകെ എത്തുമ്പോൾ അറബിയിലെ ട്രാൻസ്ലേഷൻ റഹീമിന് മനസ്സിലാകുന്ന ഭാഷയിൽ മലയാളി ഭാഷയിൽ അത് വിവർത്തനം ചെയ്യുന്ന വിവർത്തകരായിട്ടുള്ള ഒരുപാട് അബ്ദുൾ റസാഖ് സ്വലാഹി, അതുപോലെ തന്നെ മുഹമ്മദ് നജാത്തി, കൂടെ മുഹമ്മദ് കുട്ടി കടന്നമണ്ണ തുടങ്ങി ഒരുപാട് പേരോട് ഞങ്ങൾക്ക് നന്ദിയും കടപ്പാടും പറയാനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ആവേശം പകർന്ന സൗദി അറേബ്യയിലെ വ്യവസായികൾ ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എല്ലാവരോടും ഈ നാട്ടിലെ നാട്ടുകാരോടും ഹൃദ്യമായി ഒപ്പം ഒന്നുകൂടി പറയാനുള്ളത് ഈ കുടുംബത്തിൻ്റെ ഈ ഉമ്മയുടെയും ഈ കുടുംബത്തിൻ്റെയും വളരെ കരുത്തുറ്റ സപ്പോർട്ടാണ്. ആ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് ഈ വിജയത്തിലേക്ക് എത്താൻ പ്രേരകമായത്. ഏതായാലും 34 കോടി എന്ന ഒരു ഭീമമായ തുക അത് ഇത്രയും പെട്ടെന്ന് സമാഹരിച്ചെടുക്കാൻ കഴിയുമെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ഫറൂഖിലെ ആളുകൾ എല്ലാവരും തന്നെ കൈകോർത്ത് ആ തുക അത് 34 കോടിയാണ് ആവശ്യമെങ്കിൽ 34 കോടി 45 ലക്ഷത്തിലധികം രൂപ സമാഹരിക്കാൻ കഴിഞ്ഞു. ഇനി ആരും പൈസ തരേണ്ടതില്ല എന്ന സമിതി അഭ്യർത്ഥിക്കുകയാണ്. ഒപ്പം തന്നെ ഈ വീട്ടുമുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോഴും ആളുകൾ പൈസ നൽകുന്നതിനായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെയൊക്കെ പേര് മൊബൈൽ നമ്പറൊക്കെ സഹിതം പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിന് ശേഷം ഇനിയിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ പൈസ ആവശ്യമില്ല എന്ന് അവരെ അറിയിക്കുകയാണ്. എന്തായാലും തുക ഇതുപോലെ സമാഹരിക്കാൻ കഴിഞ്ഞതായി കോടതി അറിയിക്കും. അതിനുശേഷം ബാക്കി നടപടികൾ സ്വീകരിക്കും എന്നുള്ളതാണ്. വളരെ പെട്ടെന്ന് അബ്ദുൾ റഹീമിൻ്റെ മോചനം സാധ്യമാകും എന്നൊരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത്. ഉമ്മയോട് നമ്മൾ നേരത്തെയൊക്കെ സംസാരിച്ചപ്പോൾ ഉമ്മ അത് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും വളരെ സന്തോഷം. അങ്ങനെ അഭിമാനകരമായ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത്. തീർച്ചയായും അത്രമേൽ സന്തോഷം, അത്രമേൽ അഭിമാനമാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. കാരണം 34 കോടി രൂപ എന്നൊരു ലക്ഷ്യം അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. ഏപ്രിൽ 16 ഇനി 4 ദിവസം കൂടി മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതായിരുന്നു ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. എന്തായാലും 4 ദിവസം മുൻപ് തന്നെ 34 കോടി കഴിഞ്ഞു. 45 ലക്ഷം കൂടി ഇപ്പോൾ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. മതി, ഇനി പണം വേണ്ട, അയക്കേണ്ട എന്ന് പറയുന്ന സ്ഥിതി. ദ റിയൽ കേരള സ്റ്റോറി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന്